അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തകരും സുന്നി യുവജന സംഘ പ്രവർത്തകരും മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരും കൂടെ വഖഫ് ബോർഡിലേക്ക് സമരം നടത്തുകയുണ്ടായി. സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. നമ്മൾ വഖഫ് ബോർഡിലേക്ക് സമരം നടത്തുന്നതിന് മുമ്പ്, വഖഫ് ബോർഡിലേക്ക് പ്രകടനം നടത്തുന്നതിന് മുമ്പ് നാം ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സംഘടനയുടെ പേരിൽ, നമ്മുടെ SSFന്റെയും SYSന്റെയും ഒക്കെ പേരിൽ പണം പിരിച്ചുകൊണ്ട് സ്ഥാപനമുണ്ടാക്കിയവർ, അവർ സ്വന്തം പേരിൽ, സ്വന്തം കുടുംബത്തിന്റെ പേരിൽ പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിന്റെ പേരിലാണ് നമ്മളുടെ പല സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ സമരം ചെയ്യേണ്ടത് വഖഫ് ബോർഡിലേക്കല്ല. നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ സംഘടനാ പേരിലാക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ സമരം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ വഖഫ് ബോർഡിലേക്ക് സമരം ചെയ്യേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കണം. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായിരിക്കുന്ന ഉള്ളാത്തങ്ങൾ നിർമ്മിച്ച സ്ഥാപനത്തിൽ നിന്നും നമ്മുടെ മദ്രസ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസ ഒഴിവാക്കപ്പെട്ടു. എന്താണ് കാരണം? നമുക്കറിയില്ലേ? ബഹുമാന്യപ്പെട്ട തങ്ങളുടെ ചെറുമകൻ ആദർശ മുന്നേറ്റം എന്ന് പറയുന്ന നൗഷാദ് ഹസനിയുടെയും കൂട്ടരുടെയും ഒപ്പം പോയപ്പോ നമുക്ക് സംഭവിച്ചത് എന്താണ്? നമ്മുടെ സ്ഥാപനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം നമുക്ക് നഷ്ടപ്പെട്ടത്? നമ്മുടെ സ്ഥാപനം നമുക്ക് നഷ്ടപ്പെട്ടത് അത് വ്യക്തികളുടെ പേര് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ്. അത് വ്യക്തികളുടെ ട്രസ്റ്റിന്റെ പേര് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ്. കുടുംബ ട്രസ്റ്റുകളുടെ പേരിലാണ് നമ്മളുടെ പല സ്ഥാപനങ്ങളും എന്നത് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇന്ന് വഖഫ് ബോർഡിലേക്ക് സമരം ചെയ്തു, വഖഫ് ബോർഡിലേക്ക് പ്രകടനം നടത്തി. പക്ഷേ എന്തിനു വേണ്ടി? നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പല സ്ഥാപനങ്ങളെയും നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം നമ്മുടെ സ്ഥാപനങ്ങളെ നാം സംരക്ഷിക്കണം. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെയും അതുപോലെ തന്നെ SSFന്റെയും അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പേരിലാക്കി മാറ്റാൻ, അതിന്റെ പേരിലേക്ക് കൊണ്ടുവരാൻ നാം പരിശ്രമിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംഘടനയും നമ്മുടെ സ്ഥാപനങ്ങളും നമുക്ക് വരും കാലങ്ങളിൽ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതൊക്കെ അവകാശ സ്വത്തായിട്ട് നാമാവശേഷമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് വഖഫ് ബോർഡിലേക്കല്ല സമരം ചെയ്യേണ്ടത്. നമ്മൾ സമരം ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാപനങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സമരം തുടങ്ങാം സഹോദരങ്ങളെ. അതുകൊണ്ട് ആദ്യം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി നാം പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്തിന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം സംരക്ഷിക്കാൻ നാം ഒത്തൊരുമിച്ച് നിൽക്കുക. നമ്മുടെ സ്ഥാപനം ട്രസ്റ്റുകളിൽ നിന്നും നമ്മുടെ സംഘടനകളിലേക്ക് കൊണ്ടുവരാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.